ആലപ്പുഴയിലെ ഒരു പഴയ വീടിന്റെ പിന്നിലൊരു വലിയ തോട്ടമുണ്ടായിരുന്നു. പൂക്കൾ, ചെറുവൃക്ഷങ്ങൾ, പച്ചപ്പുകൾ എല്ലാം നിറഞ്ഞ ആ തോട്ടം ദിയയുടെ ലോകമായിരുന്നു. അവൾക്ക് പൂക്കളോട് സംസാരിക്കുന്നൊരു സ്വഭാവമുണ്ടായിരുന്നു. പൂക്കൾ നമ്മളെ കേൾക്കും, നമ്മൾ പറയാത്തതുപോലും അവൾ പലപ്പോഴും പറയും. ദിയയുടെ ജീവിതം ശാന്തമായിരുന്നു, പക്ഷെ ഒറ്റപ്പെട്ടതും. അവൾക്ക് ആളുകളോട് അടുക്കാൻ ഇഷ്ടമില്ലായിരുന്നു. അവളുടെ സന്തോഷം ആ തോട്ടത്തിനുള്ളിലായിരുന്നു. ഒരു ദിവസം അടുത്ത വീട്ടിലേക്കൊരു പുതിയ കുടുംബം താമസിക്കാൻ വന്നു. അവരോടൊപ്പം വന്ന യുവാവ് അഖിൽ. നഗരത്തിൽ നിന്നെത്തിയ, എപ്പോഴും തിരക്കുള്ള ജീവിതത്തിൽ നിന്നൊരു ചെറിയ വിശ്രമം തേടിയ ഒരാൾ. ആദ്യമായി ദിയയെ കണ്ടത് അവൾ തോട്ടത്തിൽ പൂക്കൾക്ക് വെള്ളമൊഴിക്കുമ്പോഴാണ്. "നീ ഇവരോട് സംസാരിക്കാറുണ്ടോ?" അഖിൽ ചോദിച്ചു. ദിയ ചിരിച്ചു. "അതെ, ഇവ എനിക്ക് മറുപടി പറയുന്നില്ലെങ്കിലും കേൾക്കും." അഖിൽ ആ മറുപടിയിൽ ആകർഷിച്ചു. അടുത്ത ദിവസങ്ങളിൽ അവൻ പതിവായി അവിടെ വരാൻ തുടങ്ങി. ദിയയോടൊപ്പം തോട്ടത്തിൽ സമയം ചെലവഴിച്ചു. പൂക്കളുടെ പേരുകൾ, അവയുടെ പ്രത്യേകതകൾ എല്ലാം അവൾ അവനോട് പറഞ്ഞു. "ഈ പൂക്കളെല്ലാം നിനക്കൊപ്പമുണ്ടല്ലോ, പിന്നെ നീ എന്തിനാണ് ഒറ്റപ്പെട്ടത്?" അഖിൽ ചോദിച്ചു. ദിയ ഒരു നിമിഷം നിശബ്ദമായി. "മനുഷ്യർ എല്ലായ്പ്പോഴും പൂക്കളെപ്പോലെ ആയിരിക്കില്ല," അഖിൽ മൃദുവായി പറഞ്ഞു. "പക്ഷെ ചിലപ്പോൾ മനുഷ്യരും പൂക്കളെപ്പോലെ മനോഹരമാകാം." ആ വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ പതിഞ്ഞു. കാലം കടന്നു. അവരുടെ സൗഹൃദം സ്നേഹമായി മാറി. തോട്ടം അവരുടെ പ്രണയത്തിന്റെ സാക്ഷിയായി. ഓരോ പൂവും, ഓരോ സുഗന്ധവും അവരുടെ ഓർമ്മകളായി. ഒരു ദിവസം അഖിൽ പറഞ്ഞു, "എനിക്ക് തിരികെ നഗരത്തിലേക്ക് പോകണം." ദിയയുടെ ഹൃദയം വേദനിച്ചു. "നീ പോകുമോ?" "അതെ." ആലപ്പുഴയിലെ ഒരു പഴയ വീടിന്റെ പിന്നിലൊരു വലിയ തോട്ടമുണ്ടായിരുന്നു. പൂക്കൾ, ചെറുവൃക്ഷങ്ങൾ, പച്ചപ്പുകൾ എല്ലാം നിറഞ്ഞ ആ തോട്ടം ദിയയുടെ ലോകമായിരുന്നു. അവൾക്ക് പൂക്കളോട് സംസാരിക്കുന്നൊരു സ്വഭാവമുണ്ടായിരുന്നു. പൂക്കൾ നമ്മളെ കേൾക്കും, നമ്മൾ പറയാത്തതുപോലും അവൾ പലപ്പോഴും പറയും. ദിയയുടെ ജീവിതം ശാന്തമായിരുന്നു, പക്ഷെ ഒറ്റപ്പെട്ടതും. അവൾക്ക് ആളുകളോട് അടുക്കാൻ ഇഷ്ടമില്ലായിരുന്നു. അവളുടെ സന്തോഷം ആ തോട്ടത്തിനുള്ളിലായിരുന്നു. ഒരു ദിവസം അടുത്ത വീട്ടിലേക്കൊരു പുതിയ കുടുംബം താമസിക്കാൻ വന്നു. അവരോടൊപ്പം വന്ന യുവാവ് അഖിൽ. നഗരത്തിൽ നിന്നെത്തിയ, എപ്പോഴും തിരക്കുള്ള ജീവിതത്തിൽ നിന്നൊരു ചെറിയ വിശ്രമം തേടിയ ഒരാൾ. ആദ്യമായി ദിയയെ കണ്ടത് അവൾ തോട്ടത്തിൽ പൂക്കൾക്ക് വെള്ളമൊഴിക്കുമ്പോഴാണ്. "നീ ഇവരോട് സംസാരിക്കാറുണ്ടോ?" അഖിൽ ചോദിച്ചു. ദിയ ചിരിച്ചു. "അതെ, ഇവ എനിക്ക് മറുപടി പറയുന്നില്ലെങ്കിലും കേൾക്കും." അഖിൽ ആ മറുപടിയിൽ ആകർഷിച്ചു. അടുത്ത ദിവസങ്ങളിൽ അവൻ പതിവായി അവിടെ വരാൻ തുടങ്ങി. ദിയയോടൊപ്പം തോട്ടത്തിൽ സമയം ചെലവഴിച്ചു. പൂക്കളുടെ പേരുകൾ, അവയുടെ പ്രത്യേകതകൾ എല്ലാം അവൾ അവനോട് പറഞ്ഞു. "ഈ പൂക്കളെല്ലാം നിനക്കൊപ്പമുണ്ടല്ലോ, പിന്നെ നീ എന്തിനാണ് ഒറ്റപ്പെട്ടത്?" അഖിൽ ചോദിച്ചു. ദിയ ഒരു നിമിഷം നിശബ്ദമായി. "മനുഷ്യർ എല്ലായ്പ്പോഴും പൂക്കളെപ്പോലെ ആയിരിക്കില്ല," അഖിൽ മൃദുവായി പറഞ്ഞു. "പക്ഷെ ചിലപ്പോൾ മനുഷ്യരും പൂക്കളെപ്പോലെ മനോഹരമാകാം." ആ വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ പതിഞ്ഞു. കാലം കടന്നു. അവരുടെ സൗഹൃദം സ്നേഹമായി മാറി. തോട്ടം അവരുടെ പ്രണയത്തിന്റെ സാക്ഷിയായി. ഓരോ പൂവും, ഓരോ സുഗന്ധവും അവരുടെ ഓർമ്മകളായി. ഒരു ദിവസം അഖിൽ പറഞ്ഞു, "എനിക്ക് തിരികെ നഗരത്തിലേക്ക് പോകണം." ദിയയുടെ ഹൃദയം വേദനിച്ചു. "നീ പോകുമോ?" "അതെ, പക്ഷെ ഞാൻ തിരിച്ചു വരും. കാരണം എന്റെ ഹൃദയം ഇവിടെ തന്നെയുണ്ട്," അവൻ പറഞ്ഞു. അവൻ പോയി. ദിവസങ്ങൾ കടന്നു. ദിയ വീണ്ടും തോട്ടത്തിൽ സമയം ചെലവഴിച്ചു. പക്ഷെ ഇപ്പോൾ ഓരോ പൂവിലും അവൻ അവന്റെ ഓർമ്മ കണ്ടു. ഒരു ദിവസം തോട്ടത്തിൽ ഒരു പുതിയ പൂവ് വിരിഞ്ഞു. അവൾ മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ലാത്തത്. അതിന്റെ അടുത്തൊരു ചെറിയ കുറിപ്പ്: "നമ്മുടെ പ്രണയത്തിനു വേണ്ടി." ദിയയുടെ കണ്ണുകൾ നിറഞ്ഞു.